ഹായ്, നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കക്കാരനാണോ? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണോ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു നോക്കുക. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തുന്ന ഒരിടമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് വഴി നിങ്ങളൊരു കമ്പനിയുടെ ഒരു ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 500 രൂപയുണ്ട്. 500 രൂപയ്ക്ക് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ഷെയർ വാങ്ങിയെന്ന് വെച്ചോ. അതിപ്പം 600 രൂപയായി. നിങ്ങളത് വിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു 100 രൂപ ലാഭം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സ്റ്റോക്ക് വാങ്ങാൻ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? നമ്മൾ ഇപ്പം ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണുള്ളത്. ഒന്ന് NSE, BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെയാണ് ഈ ഷെയർസുകൾ ബൈയും സെല്ലും ചെയ്യുന്നത്. നമുക്ക് അന്നേരം നിങ്ങൾ ചോദിക്കും, അവിടെ നമുക്ക് നേരിട്ട് പോയി ഷെയർസ് വാങ്ങണോ? വേണ്ട. നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റോക്ക് ബ്രോക്കറിനെയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് നേരിട്ട് അവിടെ പോയി ബൈയും സെല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബ്രോക്കർ വഴി മാത്രമേ നമുക്ക് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ചെന്നു. അവർ നമുക്ക് വേണ്ടി ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. ഈ അക്കൗണ്ട്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ത്യയിൽ ഷെയർസുകൾ ബൈയും സെല്ലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്? നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്തിനാണ്? ബാങ്കിൽ പണം സൂക്ഷിക്കാൻ വേണ്ടി. അതേപോലെ ഷെയറുകൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ. നമ്മളൊരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക്കലി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരും. പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെയറിൻ്റെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, ഒരു പേപ്പർ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല. നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 50 ഷെയർ വാങ്ങി. ആ 50 ഷെയർ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കും. വിൽക്കുമ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് അത് പോകും. അങ്ങനെയാണ് വരുന്നത്. അന്നേരം ഈ ട്രേഡിംഗ് അക്കൗണ്ട്, അത് വാങ്ങാനും വിൽക്കാനും ഒരു അക്കൗണ്ട് വേണ്ടേ? ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടി. അതിനാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അന്നേരം ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കണം? വളരെ സിമ്പിളാണ്. നമ്മളെ പാൻ കാർഡ്, ആധാർ, ഒരു ഫോട്ടോ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർ നമുക്കൊരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. നമുക്കിത് എത്ര സമയം കൊണ്ട് ഓപ്പൺ ചെയ്യാം? ഇത് ചില സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, ചിലർ 2 ദിവസം എടുക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അതിനൊരു മാക്സിമം ഒരു 1 to 2 ഡേയ്സ് മതി ഇപ്പം ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഈ സ്റ്റോക്ക് ബ്രോക്കറിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? നമുക്ക് ഇന്ത്യയിൽ 2 ടൈപ്പ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ഫുൾ ടൈം സ്റ്റോക്ക് ബ്രോക്കേഴ്സും, പിന്നെ ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ 2 രീതിയിലുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് ഉള്ളത്. അന്നേരം ഇതിൻ്റെ വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അന്നേരം നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഡിസ്കൗണ്ടഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾ സിറോദ ഗ്രോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരാണ് ഈ ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അവർക്കെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ബ്രാഞ്ചുകൾ എവിടെയും കാണത്തില്ല. നമ്മൾ ഒരു അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ നോക്കി സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ചു പോകണം. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓൺലൈൻ ആയിരിക്കും. പിന്നെ ഈ ട്രഡീഷണൽ ഫുൾ ടൈം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓഫീസുകൾ കാണും. എല്ലാ മേജർ സിറ്റീസിലും അവർക്ക് ഓഫീസ് കാണും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജിയോജിത്ത്, ഷെയർഖാൻ, SBI സെക്യൂരിറ്റീസ്, കോട്ടക് സെക്യൂരിറ്റീസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ ബാങ്കുകളെ പോലെ തന്നെയാണ്. ഒരു ബ്രാഞ്ച് മാനേജറും ഒരു റിലേഷൻഷിപ്പ് മാനേജറും അങ്ങനെ കുറച്ച് സ്റ്റാഫുകളൊക്കെ കാണും. അവർ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫിസിക്കൽ ഫോമിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ അവർ ചെയ്യുന്നുണ്ട്. അന്നേരം അവർ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ല സജഷൻസ് നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ തന്നെ അവർ ബൈയും സെല്ലൊക്കെ ചെയ്തോളും നമുക്ക് വേണ്ടി. അന്നേരം നമുക്ക് അവർ തന്നെ ഇപ്പം അഡ്വൈസോ സജഷൻസോ അവർ തന്നെ തരും. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വേണമെങ്കിൽ അവിടെ ബ്രാഞ്ചിൽ പോവാം, അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അയച്ചു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഇത് തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കർ, ഈ സിറോദ ഗ്രോ എന്നൊക്കെ പറയുന്നവർക്ക് ചാർജസ് കുറവാണെന്നേ. അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തരുന്നില്ലല്ലോ. വ്യത്യാസം അതാണ്. ഇവർക്ക് ചാർജസ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ ഈ സർവീസുകൾ കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സ് അനുസരിച്ച് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാതെ. കൂടുതൽ സപ്പോർട്ട് ഒരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രഡീഷണൽ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, അത് നിങ്ങളുടെ പിന്നെ ഫീസ് കുറച്ചിട്ട് വേണമെങ്കിൽ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് പോകാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അന്നേരം നിങ്ങൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത് ഇതിനകത്ത് ചാർജസുകളൊക്കെ വരുവേ. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്
അപ്പം അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് വരും, പിന്നെ ഇയർലി ചാർജസ് വരും, പിന്നെ ഒരു ഷെയർ ബൈയും സെല്ലും ചെയ്യുന്നതിന് ചാർജസ് വരും. അന്നേരം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ചിലപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജൊക്കെ ഒഴിവാക്കി തരും. ഈ നമ്മളെ ഈ ഫുൾ ടൈം ബ്രോക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ചാർജസ് ഒക്കെ കുറച്ച് തരും. പിന്നെ നമ്മുടെ ഈ ബ്രോക്കറേജ് ഒക്കെ കുറച്ച് തരും കേട്ടോ. അവർ നോർമലി ഒരു ഷെയർ വാങ്ങുന്നതിനായിട്ട് 0.5% നമ്മൾ കൊടുക്കണം, 0.5% നമ്മൾ കൊടുക്കണം. അപ്പം അവരത് കുറച്ച് 0.2 3 ഒക്കെ ആക്കി തരും. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അന്നേരം ഇതെല്ലാം നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന രീതിയിൽ നമുക്ക് നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങാം. അന്നേരം ഇത് കണക്കുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇതിൻ്റെ ഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.